ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ലെങ്കിൽ ഇത്രയും വലിയ നിലയിൽ കഴിഞ്ഞ അവർക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അധപതനം വന്നു എന്ന് പറഞ്ഞ നിങ്ങളെല്ലാം വിശ്വസിക്കുമായിരിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോണ് ഞാൻ കൊടുക്കുകയില്ല. അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കണോ സാറേ? അമ്മേ, ഒരിക്കൽ അമ്മ സത്യങ്ങളെല്ലാം അറിയും. അന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞതിനെ ഒരുപാട് വിഷമിക്കും. ഒരുപാട്. ഓ, ഇനി എന്ത് സങ്കടപ്പെടാനാ? സ്വന്തം മകൻ പോലും അമ്മ പറയുന്നത് കേൾക്കാതെ അമ്മയെ അംഗീകരിക്കാതെ നടക്കുന്നതിലും വലിയൊരു സങ്കടം ഇനി ഒരമ്മയ്ക്കും വരാനുണ്ടോടാ? അമ്മേ, അമ്മ നിർത്ത് നിർത്ത്. ഇത് നമ്മുടെ വീടൊന്നുമല്ല, ചുറ്റുമുള്ളത് നമ്മുടെ നാട്ടുകാരും അല്ല. നമ്മൾ ഇവിടെ വന്ന് താമസിക്കുന്നവരാ. പച്ച മലയാളത്തിൽ പറഞ്ഞ വരത്തന്മാര്. അങ്ങനെയുള്ളവര് മിനിമം പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. ചുറ്റുവട്ടത്തുള്ളവർക്ക് ശല്യമാവാത്ത രീതിയിൽ ജീവിക്കണം. അതിന് അമ്മയും മോനും തയ്യാറാണെങ്കിൽ മാത്രമേ ഞാനിവിടെ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാനിവിടെ ഇറങ്ങും. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വലിച്ചു കയറ്റാൻ നോക്കിയാൽ പോലും ഞാൻ തിരിച്ചിങ്ങോട്ട് കയറത്തില്ല. അതുകൊണ്ട് രണ്ടുപേരും ഇപ്പൊ ഇവിടെ വെച്ച് ഇത് നിർത്തുന്നതാ നല്ലത്. അല്ല രാഘവിടെ ഉണ്ടായിണ്ടോ? എല്ലാം തൊലഞ്ഞ് പാടുവിട്ടി കിടക്കുക. എന്നാലും സ്വസ്ഥതയുണ്ടോ? ഇതെവിടെ ചെന്ന് അവസാനിക്കണ്ടേ ഭഗവാനെ? ചുമതം മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ശാന്തേ, വൈകിട്ട് എത്ര ചെറുകടിയാ തൊഴിലുറപ്പുകാർക്ക് കൊടുക്കേണ്ടത്? 32. അതൊന്ന് ഓർത്തേക്കണേ. ഊണിന്റെ തിരക്കിനിടയിൽ അത് മറന്നേക്കല്ലേ. ഇല്ല, 40 പഴംപൊരിയുടെ ഓർഡർ ആ പുതിയ കമ്പനിന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാ അതിന്റെ ഇണക്കം പോലെ ചെയ്തോണേ. എനിക്കിപ്പോ പണ്ടത്തെ പോലെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ച് ഒന്നും ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് കരുതി പ്രായത്തിന് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് മധുരം കുറച്ചൊരു ചായ വേണം. അയ്യോ സാറോ? ഇതെന്താ സാർ ഈ വഴിക്ക്? ഇവിടെ അടുത്ത് എന്റെ ഒരു ബന്ധു താമസിക്കുന്നുണ്ട്. അവിടം വരെ ഒന്ന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. സാറ് ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ശാന്തേ, സാറിന് കഴിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിച്ചേ. കഴിക്കാനൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അധികം കഴിക്കാറില്ല. ആകെയുള്ള ഒരു ദുശീലം ഈ ചായയോടി മാത്രമാണ്. അതും വല്ലപ്പോഴും മാത്രം. ഞാൻ അന്നൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ സാറേ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ ചെറിയൊരു യൂണിറ്റിനുള്ളതേ. അത് പാസ്സാക്കിയിട്ടുണ്ട്. പിന്നെ ശാരദ ഇന്നോ നാളെയോ ബ്ലോക്കിലോട്ടൊന്ന് വന്നാ മതി. ഞാൻ സാറിനെ ഒന്ന് വന്ന് കണ്ട് ഒരു കാര്യം പറയാനിരിക്കുമായിരുന്നു. എനിക്കിപ്പോ ആ ലോൺ കിട്ടിയില്ലെങ്കിലും എന്റെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ അതുകൊണ്ട് ഉപകാരപ്പെടുന്ന ഒരാളുണ്ട്, സത്യഭാമ. ഈ കഴിഞ്ഞ ദിവസം വരെ നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന അവർക്കേ ഇപ്പൊ ഒരു ക്ഷീണം വന്നിരിക്കുക. മുന്നോട്ട് കഴിഞ്ഞു പോകണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നിരിക്കുക. സാറേ ചായ. അവരുടെ നല്ല സമയത്ത് ജീവിത രീതി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള എനിക്കേ അതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് പാസ്സായ ആ ലോൺ സത്യാമ്മയ്ക്ക് കൊടുക്കാൻ സാറൊന്ന് സഹായിക്കണം. ഇതെന്റെ ഒരു അപേക്ഷയാ സാറേ. ശാരദേ, ഇതേപോലൊരു സഹായം കിട്ടി യൂണിറ്റ് തുടങ്ങാൻ പാവങ്ങൾ ഒരുപാട് പേര് നിപ്പുണ്ട്. ശാരദയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ അതൊരിക്കലും സത്യഭാമ ആയിരിക്കില്ല. സാറേ, അവരുടെ അവസ്ഥ ഇപ്പൊ ഭയങ്കര ദയനീയമാണ്. ജീവിക്കാനായി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വന്നിരിക്കുക. വീട് പോയി, സ്ഥലം പോയി, ഉണ്ടായിരുന്ന പാരമ്പര്യ സ്വത്തുക്കളൊക്കെ നശിച്ചു. ഒരേ ഒരു മാർഗം ഇങ്ങനെയുള്ള എന്തെങ്കിലും ജോലികളാ. ഇതൊക്കെ അവരുടെ അടവാണ് ശാരദേ. ഒരു സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കിയാലേ ഞാനൊന്നും വിശ്വസിക്കില്ല.
പണ്ടത്തെ പലിശപ്പണിയിൽ എന്തെങ്കിലും അന്വേഷണം വരുന്നുണ്ടായിരിക്കും. ഉള്ളത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒളിപ്പിക്കലായിരിക്കും ഇത്. അല്ലെങ്കിൽ ഇത്രയും വലിയ നിലയിൽ കഴിഞ്ഞ അവർക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അധപതനം വന്നു എന്ന് പറഞ്ഞ നിങ്ങളെല്ലാം വിശ്വസിക്കുമായിരിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോണ് ഞാൻ കൊടുക്കുകയില്ല. അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കണോ സാറേ? പിടിക്കാതെ എങ്ങനെയാ? അവരെന്നോട് ചെയ്തതൊക്കെ എന്റെ കൺമുന്നിൽ നിൽക്കുക. എന്നിട്ട് ഞാൻ അവർക്ക് ലോൺ കൊടുക്കാനോ? സാറേ, ഇത് സർക്കാരിന്റെ പണമല്ലേ? അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് നിയമം ഉള്ളതല്ലേ? അതെ, നിങ്ങൾ ചായക്കച്ചവടം നടത്തുവാണെങ്കിൽ അതങ്ങ് നടത്തിയാ മതി. എന്റെ അധികാര പരിധിയിൽ കൈയിട്ട് വരാൻ വരണ്ട. ആർക്ക് ലോൺ കൊടുക്കണം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും എനിക്കാണ്. എന്റെ തലമുതിർന്ന ഉദ്യോഗസ്ഥരെ വരെ ഞാൻ എന്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നതാ. എന്റെ അടുത്താ വെറും ഒരു ചായക്കടപ്പണി ചെയ്യുന്ന സ്ത്രീ നിയമം പഠിപ്പിച്ചു വരുന്നത്. നിയമം പറയാൻ വലിപ്പ ചെറുപ്പത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഒന്നും ആവശ്യമില്ല. കുറച്ച് വിവരം ഉണ്ടായാൽ മതി. പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായും ന്യായം ഉണ്ടായിരിക്കുകയും വേണം. ഇവിടെ എന്റെ അമ്മയ്ക്ക് പാസ്സായ ലോൺ സത്യാമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ. ചായക്കച്ചവടം ചെയ്യുന്ന സ്ത്രീ നിയമം പറയുന്നുവെന്ന് പറഞ്ഞ് അമ്മയെ ആക്ഷേപിച്ചത് നിങ്ങളാണ്. ഒരു സ്ത്രീയെ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച ആ കേസ് എവിടം വരെ പോവെന്ന് ബഹുമാനപ്പെട്ട ബ്ലോക്ക് ഓഫീസർക്ക് നിശ്ചയമുണ്ടോ? എന്താ ഭയപ്പെടുത്തുകയാണോ? ജീവിതകാലം മുഴുവൻ ഞാൻ ആ കസേരയിൽ ഇരുന്നോളന്നേ. ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും. അതിപ്പോ മുന്നേ എന്ന് സംസാരിക്കുന്നതേ മജിസ്ട്രേറ്റ് ആണോ കളക്ടറാണെന്നൊന്നും എനിക്ക് പ്രശ്നമില്ല. ഒരിക്കലും ഞാൻ ആ കസേരയിൽ ഇരിക്കുമ്പോ സത്യഭാമയ്ക്ക് ലോണ് കൊടുക്കില്ല. ഇനി ഞാൻ അറിയാതെ ഏതെങ്കിലും വഴി ഉപയോഗിച്ച് കൊടുക്കാൻ ശ്രമിച്ചാൽ എന്റെ പിടിപാട് വെച്ച് ഞാനതങ്ങ് തടയും. ഇപ്പൊ ശാരദയ്ക്ക് പാസ്സായ ഈ ലോണ് വരെ ഞാൻ അങ്ങ് റദ്ദാക്കുകയും ചെയ്യും. വാശിയുടെ കാര്യത്തിലേ ഞാനൊരല്പം പെശക. അതെന്നെ അടുത്തറിയാവുന്നവർക്ക് നന്നായി അറിയാം. ബ്ലോക്ക് ഓഫീസറും കളക്ടറും അത്ര അടുത്തല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് നിങ്ങളെ അങ്ങ് അടുത്തറിയാൻ സാധിക്കാത്തത്. എങ്കിലും എന്നെ മനസ്സിലായി കാണുമല്ലോ. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു. നിങ്ങൾ മുൻപ് പറഞ്ഞ ഈ ചായക്കടക്കാരിയുടെ മകൾ. എന്റെ എളിയ പിടിപാടിൽ ഒരു ചെറിയ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മയ്ക്ക് അനുവദിച്ച ലോണ് സത്യഭാമയ്ക്ക് കൊടുക്കാനായി ഓർഡർ ആക്കിയിട്ടുണ്ട്. ഈ നിങ്ങളുടെ തലയ്ക്ക് മുകളിലും ഓഫീസർമാരുണ്ടല്ലോ സാറേ. ആ ഓർഡറും കൊണ്ടാ ആ കാറിപ്പോ വരുന്നത്.